കല്യാണ വ്ലോഗ് ആയാലോ? ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു ഹിന്ദു വെഡിങ് കൂടാൻ പോണേ. മുടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടു. ഈ വാച്ച് എൻ്റെ ഈ ബർത്ത്ഡേക്ക് അപ്പ ഗിഫ്റ്റ് തന്നതാണ്. അതും കെട്ടി ഞാൻ വേഗം ഇറങ്ങി. കാരണം എൻ്റെ കൂടെ ഇന്ന് അപ്പാപ്പയുണ്ട്. അപ്പാപ്പയ്ക്ക് ഇന്ന് അങ്കമാലി പള്ളിയിൽ ഒരു പരിപാടി ഉണ്ട്. സോ പോണ വഴിക്ക് അപ്പാപ്പ അവിടെ ഇറങ്ങും. ഞാനൊരു 9 മണിയായപ്പോഴേക്കും അഡ്ലെക്സിലെത്തി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഫുൾ പരിപാടി അടിപൊളിയായിട്ട് കാണാൻ പറ്റി. കെട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് ആ VIPs എത്തണേ. അതല്ലേലും അങ്ങനെയാ, കറക്റ്റ് ടൈമിങ്ങിന് എല്ലായിടത്തും എത്തും. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഫോട്ടോസ് എടുക്കാൻ പോയി. ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഹിന്ദു വെഡിങ്ങിനൊന്നും സിമ്പിൾ ആയിട്ട് പോകാൻ പാടില്ല. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ സദ്യ കഴിക്കാൻ പോയി. ഫസ്റ്റ് ടൈം കല്യാണ സദ്യ കഴിക്കുന്നതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. ഫുഡൊക്കെ വിളമ്പി എവിടുന്ന് തുടങ്ങുമ്പോൾ അവസാനിപ്പിക്കുമെന്നൊന്ന് എനിക്കറിഞ്ഞൂടാ. എക്സൈറ്റ്മെന്റ് ഒക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഫുഡ് കഴിച്ച് തീർക്കാൻ പറ്റാണ്ടായി. ഈ കാര്യത്തിൽ അഖില ഭയങ്കര പ്രോ ആണ്. ആദ്യം 3 പായസമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഇത് കാണുമ്പോൾ ഒരു ഞെട്ടലാണ്. ഇതെങ്ങനെ തീർക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചു നേരത്തെ വാഷ്റൂമിലെ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് ഗൗതമി. ഇവളുടെ ചേച്ചിയുടെയാണ് വെഡ്ഡിങ്. സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.